മാറാത്തത് ഇനി മാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനന്തപുരിയിലെത്തുമ്പോൾ ആകാംക്ഷയിലും ആവേശത്തിലുമാണ് കേരളം. എങ്ങനെയാണ് മോദി തലസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുക? കാണാം അശ്വതി കെ വാതുകൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. അനന്തപത്മനാഭന്റെ മണ്ണിൽ അറബിക്കടൽ തിരമാലകൾ ചരിത്രമെഴുതുന്ന തീരത്ത് വികസനത്തിന്റെ പുതിയൊരു വേലിയേറ്റത്തിന് സമയമായിരിക്കുന്നു. വാഗ്ദാനങ്ങളുടെ പുകമറകൾ നീക്കി പ്രവൃത്തിയുടെ കരുത്തുമായി ഭാരതത്തിന്റെ അമരക്കാരൻ നരേന്ദ്രമോദി എത്തുന്നു. അനന്തപുരിയുടെ വികസന ഭൂപടം മാറ്റിമറിക്കാൻ ഇതാ സമയമായിരിക്കുന്നു. ഇതൊരു സാധാരണ സന്ദർശനമല്ല. അടിച്ചമർത്തപ്പെട്ടവന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാനും നിശ്ചലമായ വികസന ചക്രങ്ങൾക്ക് വേഗതയേകാനും ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന ഈ മണ്ണിലേക്ക് മോദി ഗ്യാരണ്ടിയുടെ കരുത്തുമായാണ് ആ വരവ്. ദശകങ്ങളായി വികസനത്തിന് ദാഹിച്ച ഒരു നഗരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ോടെ തിരുവനന്തപുരത്തെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കാനുള്ള വികസന രേഖ മോദി പുറത്തിറക്കും. മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിൽ നിന്നും സ്വീകരിച്ച നിർദ്ദേശങ്ങളാണ് ഈ പദ്ധതിയുടെ ജീവൻ. വീടെന്നത് വെറുമൊരു സ്വപ്നമായിരുന്ന ആയിരങ്ങൾക്ക് ഇനി മോദി ഗ്യാരണ്ടി. 5 വർഷം കൊണ്ട് 20,000 കുടുംബങ്ങൾക്ക് സ്വന്തം വീട്. ഓരോ വാർഡിലും 40 വീടുകൾ വീതമൊരുങ്ങും. സർക്കാർ ഫണ്ടിനപ്പുറം കോർപ്പറേറ്റ് കമ്പനികളുടെ CSR വിഹിതം കൂടി ചേർത്തുകൊണ്ടുള്ള ഈ പുതിയ മാതൃക ഭവന പദ്ധതികളിൽ വിപ്ലവം സൃഷ്ടിക്കും. വൃത്തിയുള്ള നഗരം, സുരക്ഷിതമായ തെരുവുകൾ. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായ ഇൻഡോറിന്റെ മാതൃകയിൽ തിരുവനന്തപുരത്തും ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വരുന്നു. ഇനി കുരുക്കില്ലാത്ത നഗരം, കുതിച്ചു പായും തലസ്ഥാനം. മെട്രോ റെയിൽ പദ്ധതിയും അത്യാധുനിക ഫ്ലൈ ഓവറുകളും യാഥാർത്ഥ്യമാകുന്നു. സ്മാർട്ട് റോഡുകളും സിഗ്നൽ ഫ്രീ കൊറിഡോറുകളും നഗരയാത്രയുടെ വേഗത വർദ്ധിപ്പിക്കും. പുതിയ 4 അമൃത് ഭാരത് എക്സ്പ്രസുകൾ താമ്പരം, ഹൈദരാബാദ്, മംഗളൂരു എന്നിവിടങ്ങളിലേക്ക് അതിവേഗ യാത്ര സാധ്യമാകും. നഗരത്തിലെ 11 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം പൂർത്തിയാകുന്നതോടെ യാത്രാനുഭവം വിമാനത്താവളത്തിന് തുല്യമായി മാറും. മെട്രോ റെയിൽ പദ്ധതിയുടെ വേഗത വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. വികസനത്തിന്റെ പുതിയ കവാടമായി വിഴിഞ്ഞം മാറുകയാണ്. വിഴിഞ്ഞം തുറമുഖമെന്ന വമ്പൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരം ലോക വ്യാപാരത്തിന്റെ കേന്ദ്ര ബിന്ദുവാകും. ടെക്നോ പാർക്കും വിഴിഞ്ഞവും തമ്മിലുള്ള കണക്ടിവിറ്റി നഗരത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിലൂടെ തുറമുഖത്തെയും നഗരത്തെയും ബന്ധിപ്പിക്കും. കടലാക്രമണം തടയാനുള്ള ശാസ്ത്രീയ പരിഹാരങ്ങളിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകും. യുവതലമുറയ്ക്കായി ഒരു തൊഴിൽ വിപ്ലവം. IT മേഖലയിൽ വൻ വിദേശ നിക്ഷേപവും പുതിയ തൊഴിലവസരങ്ങളും വരുന്നു. അത്യാധുനിക ഡിജിറ്റൽ ഹബ്ബുകളും ടെക്നോസിറ്റി വിപുലീകരണത്തിലുള്ള കേന്ദ്ര ഫണ്ടും നഗരത്തെ IT ഭൂപടത്തിൽ ഒന്നാമതെത്തിക്കും. മഴ പെയ്താൽ മുങ്ങുന്ന നഗരമെന്ന പേരുദോഷം മാറ്റാൻ സൂറത്തിലെ അത്യാധുനിക ഡ്രെയിനേജ് സംവിധാനം തലസ്ഥാനത്ത് നടപ്പിലാക്കും. ഇനി വെള്ളക്കെട്ടില്ലാത്ത 101 വാർഡുകൾ. സ്മാർട്ട് ലിവിംഗ് ഗ്രീൻ സിറ്റി. ഇൻഡോർ മാതൃകയിൽ മാലിന്യ പ്ലാന്റുകളും സൂറത്ത് മോഡൽ ഡ്രെയിനേജും വരുന്നതോടെ നഗരത്തിൽ ഇനി വെള്ളക്കെട്ടില്ല. 24 മണിക്കൂറും ശുദ്ധജലവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുമായി തിരുവനന്തപുരം ഇനി പരിസ്ഥിതി സൗഹൃദ നഗരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ആറ്റുകാൽ ക്ഷേത്രവും ബന്ധിപ്പിച്ചുകൊണ്ട് പൈതൃക വികസന ഇടനാഴി യാഥാർത്ഥ്യമാകുന്നു. ഒപ്പം ഭീമാപ്പള്ളിയും വെട്ടുകാട് പള്ളിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബൃഹത് തീർത്ഥാടന ടൂറിസം പാക്കേജ്. നഗരത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ചരിത്ര സ്മാരകങ്ങളും പൈതൃക കെട്ടിടങ്ങളും പുത്തൻ ലാവണ്യത്തോടെ സംരക്ഷിക്കപ്പെടും. ഭക്തിയും പാരമ്പര്യവും വികസനവും കൈകോർക്കുന്ന പുതിയ അനന്തപുരി. പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ വെട്ടുകാട് പള്ളി വരെ നീളുന്ന തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് വഴി ആഗോള സഞ്ചാരികളെ അനന്തപുരിയിലേക്ക് ആനയിക്കും. ആരോഗ്യരംഗത്ത് വൻ കുതിച്ചുചാട്ടം. ജൻ ഔഷധി ശൃംഖല വ്യാപകമാകുന്നതോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ. അത്യാധുനിക ആരോഗ്യ സേവന കേന്ദ്രങ്ങൾ നഗരത്തിലുടനീളം ഉയരും. ഇനി തലസ്ഥാനത്ത് തെളിനീരൊഴുകും. മലിനമായി കിടന്ന പുഴകൾക്ക് പുതുജീവൻ നൽകാൻ ഗംഗാമിഷൻ മോഡൽ എത്തുന്നു. കരമനയാറും കിള്ളിയാറും പാർവതി പുത്തനാറും ഇനി തെളിനീരൊഴുകുന്ന പൈതൃകങ്ങളാകും. 101 വാർഡുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സമഗ്ര പദ്ധതിക്കാണ് തുടക്കമാകുക.
പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് ഓരോ പൗരന്റെയും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന മോദി ഗ്യാരണ്ടിയിൽ ഇനി അനന്തപുരി കുതിക്കും. വികസനത്തിന്റെ പുതിയ സൂര്യോദയത്തിനായി കാത്തിരിക്കാം. 45 വർഷത്തെ ചെങ്കോട്ട തകർത്ത BJP മേയർ അധികാരത്തിലെത്തി 27 ദിവസം പിന്നിടുമ്പോഴാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 4 പുതിയ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിനും ലൈഫ് സയൻസസ് പാർക്കിലെ ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഹബിന് തറക്കല്ലിടാനും BJP ഭരണം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന ബ്ലൂ പ്രിന്റ് പ്രകാശനം ചെയ്യാനുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കം കുറിക്കാനാണ് BJPയുടെ പദ്ധതി. 3 പരിപാടികൾ നടക്കുന്ന കിഴക്കേക്കോട്ട പുത്തരിക്കണ്ടം മൈതാനത്തേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര റോഡ് ഷോയാക്കി മാറ്റും. 1.25 ലക്ഷത്തോളം പാർട്ടി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കും. പുത്തരിക്കണ്ടത്തെ ഔദ്യോഗിക പരിപാടികൾക്കായുള്ള ആദ്യ വേദിയിൽ ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. പിന്നീട് ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഹബിന്റെ തറക്കല്ലിടൽ നിർവഹിക്കും. ഈ ചടങ്ങുകൾക്ക് ശേഷം കോർപ്പറേഷന്റെ വികസന ബ്ലൂ പ്രിന്റ് പ്രകാശനത്തിനായി സമീപത്തെ പാർട്ടി വേദിയിലേക്ക് പ്രധാനമന്ത്രി മാറും. ഉച്ചയോടെ അദ്ദേഹം മടങ്ങും. ന്യൂസ് ഡെസ്ക് ജനം.